വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ചില ദിവസങ്ങളിൽ രാവിലെ വിളക്കൊക്കെ കത്തിക്കുവേ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അത് രാവിലെ വേസ്റ്റ് എടുക്കാൻ വരുന്ന വണ്ടിയാട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അടുക്കളയിലോട്ടൊക്കെ വന്ന് ചോറൊക്കെ കുക്കറിനകത്ത് അടുപ്പിലിട്ടിട്ടുണ്ട്. പിന്നെ ദോശമാവ് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെളി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേക്കിന് നമ്മുടെ ശാമികയാണെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത വീട്ടിലെ മാങ്ങ എല്ലാം പൊഴിഞ്ഞ് നിലത്ത് റോട്ടിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അതെല്ലാം പെറുക്കി ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും കിട്ടുന്ന മാങ്ങ ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഒരു ദിവസം ഞാനതെടുത്ത് മുഴുവൻ എടുത്ത് രാവിലെ എടുത്ത് ദൂരെ കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, എന്തിനാ അമ്മ അതെടുത്ത് കളഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് വഴക്കും പറഞ്ഞ് ആൾ ഭയങ്കരമായിട്ട് ഇവിടെ ഇരുന്ന് കരയുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാനത് കഴിഞ്ഞപ്പോൾ എടുത്ത് കളയാൻ പോയില്ലേ, ഫ്രിഡ്ജിനകത്ത് തന്നെ മാങ്ങ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതിനകത്ത് വെച്ച് കേട്ടോ. ഇരിക്കുന്ന ഒരു മിഠായി കേട്ടോ. മിഠായി പകുതി തിന്നിട്ട് ബാക്കി കൊണ്ടുവന്ന് അതും ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. കഴുകി കിട്ടുന്നതെല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കും കേട്ടോ. പിന്നെ അതെല്ലാം എടുത്ത് വൃത്തിയാക്കുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ചോറൊക്കെ കുക്കറിനകത്ത് അടുപ്പയിൽ വെച്ച് പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞ് ചേമ്പുണ്ടായിരുന്നേ, അത് കഴുകി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമലയും പച്ചയും കൂടെ കളറോട് കൂടി ഒരു ചെറിയ ചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീരയും കഴുകി ചെറുതാക്കി അരിഞ്ഞ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഓരോ ലൈക്ക് തരാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ ചേമ്പ് കറിക്കകത്ത് ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് കറിക്കകത്ത് ഇങ്ങനെ കുടംപുളി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ചില ചേമ്പൊക്കെ ചൊറിയത്തില്ലേ, അപ്പോൾ ചേമ്പ് ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ നമ്മുടെ ചീരയും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കടുക് താളിക്കുക കേട്ടോ. കടുകൊക്കെ താളിച്ച് പിന്നെ നമ്മൾ രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് ദോശയാട്ടോ. ഇന്നലെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ സാമ്പാറായിരുന്നു ഇഡ്ഡലിക്ക് കറി. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലത്തെ സാമ്പാറിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചിരിക്കുന്ന സാമ്പാർ കൂട്ടി ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം സമയം രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കിനും നമ്മുടെ ശാമിക എഴുന്നേറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഞങ്ങളിതാ ചായയൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ വീഡിയോ? പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പം ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും കൂടെ രാവിലെ കഴിക്കുക കേട്ടോ. ചില ദിവസങ്ങളിൽ രാവിലെ ഞാൻ കഴിക്കുന്നു, വിശക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പതിവില്ലാതെ രാവിലെ വിശന്ന്, അപ്പോൾ ഞാനും ശാമികയ്ക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ഇന്ന് രാവിലെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് പോയേ. സ്കൂളിലൊക്കെ പോയിട്ട് ഉച്ചയായപ്പോൾ വന്നു കേട്ടോ. ഇവിടെ നമുക്ക് LKG പിള്ളേർക്ക് 12:30 വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോൾ വന്നിട്ട് ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കളിച്ച് പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയി കേട്ടോ. അപ്പം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോയിൽ നമ്മുടെ ഇവിടെ കാർവാറിൽ ചെറിയ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കരാവലിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ വേറൊരു ഫെസ്റ്റിവലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വൈകുന്നേരം അത് കാണാൻ വേണ്ടിയിട്ട് അത് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നേ. അപ്പോൾ ഇതാണ് ലാഫിംഗ് വില്ല എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെയുള്ള ഒരു ചെറിയൊരു തിയേറ്റർ പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പം 20 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ്. അപ്പം ഒരാൾക്ക് 20 രൂപ. അപ്പം ഞാൻ ശാമികയും മാത്രമേ ഉള്ളൂ ഇത് കാണാൻ വേണ്ടി കയറിയത്. ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതിനുള്ളിൽ കയറിയത്. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ചെറിയ ഇങ്ങനെ വലിയ മിറർ വെച്ചിരിക്കുക. അപ്പോൾ ആ മിററിനകത്തൂടെ നമ്മളെ ഇങ്ങനെ നോക്കുമ്പം നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പം നമ്മളെന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ചിരിക്കുന്ന പോലെയും പിന്നെ നമ്മളെ ഇങ്ങനെ വലിയ ഇതിലാക്കി കാണുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ 20 രൂപയല്ലേ ഉള്ളൂ, എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. അങ്ങനെ ഇതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിനുള്ളിൽ മാത്രമേ കയറിയുള്ളൂ, വേറെ ഒന്നിലും കയറിയില്ല. അപ്പോൾ ഇതിനുള്ളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 20 രൂപ ഫീസേ ഉള്ളൂ ഒരാൾക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കയറി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ചെറിയ ഇങ്ങനെ കളിക്കുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്നും കളിച്ചൊന്നുമില്ല. ഞങ്ങളിത് മാത്രം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ.
അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കെന്താണ് നല്ല പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.